ഹലോ. അതെ, എന്താ പരിപാടി? എന്ത് പരിപാടിയല്ലേ? രാവിലെ എഴുന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അത് കഴിയുമ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്ക് ഇനി എന്ത് കറി വെക്കും, ഉച്ചക്കത്തെ കഴിയുമ്പോഴാണ് വൈകുന്നേരം ചായക്ക് എന്തുണ്ടാക്കും, ഇത് തന്നെ പരിപാടിയല്ലേ. അപ്പോൾ എൻ്റെ രാവിലത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാൻ വേണ്ട. അപ്പോൾ നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. എന്തോ പരവേന്നായിട്ടാണ് ഞങ്ങളെ പേര് പറഞ്ഞത്. അപ്പോൾ പരിപാടി തുടങ്ങിയാൽ അപ്പോൾ ഇതേ നമുക്ക് ആദ്യം തന്നെ മീൻ വെട്ടിയെടുക്കാം കേട്ടോ. നല്ല പച്ച മീനാണേ. അപ്പം മീൻ ആദ്യം വെട്ടി ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പം ഞാൻ കുറച്ചെടുത്ത് വറുക്കാൻ പോണേ. അപ്പോൾ അതേ വറുക്കാനായിട്ട് മീൻ വരയാം. ഈ കത്തിയില്ല ഗീസ്, കഴിഞ്ഞ ദിവസം എൻ്റെ കൈ മുറിച്ച കത്തിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ചില കത്തികളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളൊരു കത്തിയാണ് കേട്ടോ ഇത്. പിന്നെ അതല്ലാണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വേറെ 2 കത്തി കൂടി മേടിച്ചു ഗീസ്. അത് ഇതൊരു ചേട്ടൻ കടയിൽ കൊണ്ടുവന്നതാണ്. പക്ഷേ 2 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മേടിച്ചു. ലാഭമല്ലേ. അപ്പോൾ നമുക്ക് മീൻ വറുക്കണയിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടാം. മുളക് പൊടി ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ, കാരണം ഭയങ്കര എരിവാണ്. കളർ കുറവാണെങ്കിലും നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, മീൻ ഇങ്ങോട്ട് വറുത്തെടുക്കുക. അപ്പോൾ അത്ര ഉള്ള പരിപാടി. ബാക്കിയുള്ള മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ ഒന്നെങ്കിൽ എരിവിട്ടിട്ട് മുളകിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കണേ. അപ്പോൾ അതേ നമ്മുടെ മീൻ ശരിയായി. മീൻ വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു കൊതി മീൻ തിന്നാനായിട്ട്. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് കൊള്ളാം. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ മാംസം നല്ല സോഫ്റ്റാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നല്ല പച്ച മീനായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു കറിയും കൂടി വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അങ്ങോട്ടൊന്ന് എക്കുന്നേ.